1,50,000 രൂപ കുടിവെള്ള ബില്ലായി നൽകി വാട്ടർ അതോറിറ്റി. ഉപയോഗിക്കാത്ത വെള്ളത്തിന്റെ ബില്ല് നൽകില്ലെന്ന് വീട്ടുടമ. കോഴിക്കോട് പാവണ്ടൂർ നമ്പ്യാരത്ത് ഷഫീറിന്റെ കുടുംബമാണ് വാട്ടർ അതോറിറ്റിയുമായി നിയമ പോരാട്ടം നടത്തുന്നത്. വീട്ടുമുറ്റത്ത് കിണറുണ്ട്, കിണർ നിറയെ വെള്ളമുണ്ട്. അതുകൊണ്ട് വാട്ടർ അതോറിറ്റിയുടെ വെള്ളം ഉപയോഗിക്കാറില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ വന്ന കുടിവെള്ളത്തിന്റെ ബില്ല് 1,42,945 രൂപയാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മുതൽ മീറ്റർ റീഡിംഗ് 927 കിടക്കുന്നു. പിന്നാലെ ജനുവരിയിൽ വന്ന ബില്ല് കണ്ട് വീട്ടുകാർ ഞെട്ടി. 48,113 രൂപ. നമ്മളെ ആവശ്യമാണ് മീറ്റർ പരിശോധിക്കേണ്ടത് എന്നുള്ള ആ നിയമം എനിക്കറിയില്ല. എന്നാലും ഞാൻ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഈ ബില്ല് കിട്ടിയതിൻ്റെ പിറ്റേന്ന് ഓട്ടോറിക്ഷക്കാരനെയും വിളിച്ച് ഞാൻ ഓഫീസിൽ ചെന്ന് ഓഫീസിൽ ചെന്ന സമയത്താണ് എന്നോട് പറയുന്നത്, നിങ്ങൾക്ക് പരാതി ഇവിടെ അങ്ങനെ സ്വീകരിക്കണമെങ്കിൽ 10,000 രൂപയെങ്കിലും നിങ്ങളവിടെ അടയ്ക്കണോ ഇതിലേക്ക്, എന്നെങ്കിലും നിങ്ങളെ പരാതി ഇവിടെ സ്വീകരിക്കും എന്ന് പറഞ്ഞാൽ, ഇല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളെ വീടിൻ്റെ പേരിൽ റിക്കവറി ആവും എന്ന് പറഞ്ഞ്. റിക്കവറി ആകുന്ന എന്നെക്കൊണ്ട് ഞാൻ ഉപയോഗിക്കാത്ത വെള്ളത്തിന് പൈസ അടയ്ക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് ഞാൻ അവരോട് പറഞ്ഞ വിവരം. വീട്ടുടമ പരാതി നൽകിയതോടെ വാട്ടർ അതോറിറ്റി കണക്ഷൻ വിച്ഛേദിക്കുന്നതിൽ നിന്ന് പിൻവാങ്ങി. കുടിശ്ശികയടക്കം ബില്ല് 1.5 ലക്ഷത്തോളം എത്തി. മീറ്റർ തകരാറാണോ എന്ന് പരിശോധിക്കാൻ ഉപഭോക്താവ് അപേക്ഷ നൽകാൻ തയ്യാറായില്ലെന്നാണ് വാട്ടർ അതോറിറ്റിയുടെ വിശദീകരണം. പരാതി നിലവിൽ ലോക് അദാലത്തിന്റെ പരിഗണനയിലാണ്. റിപ്പോർട്ടർ സിനോജ് തോമസ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.